എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയ പിക്സ്. മുട്ടക്കറിയോ ചിക്കൻ കറിയോ ബീഫോ കടലക്കറിയോ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ്. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആകെ 3 ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ. ബട്ടറും പഞ്ചസാരയും ഒന്നും വേണ്ട. ഇനിയിപ്പോൾ കറികളൊന്നും ഇല്ലെങ്കിൽ പോലും ജാമിൻ്റെ കൂടോ തേനിൻ്റെ കൂടോ മേപ്പിൾ സിറപ്പിൻ്റെ കൂടോ ഒക്കെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. സ്നാക്കായിട്ടും ലഞ്ചായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ യോർക്ക്ഷയർ പുഡിങ്ങിൻ്റെ റെസിപ്പി നമുക്ക് കാണാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് 1 lakh സബ്സ്ക്രൈബേഴ്സ് 100K സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുവാണ്. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. ഇനിയും പ്രോത്സാഹിപ്പിക്കുക. അപ്പം 100K തികഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് 4 മുട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കൂടുതലായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് 4 മുട്ട എടുത്തിരിക്കുന്നത്. 2 റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. നിങ്ങൾക്ക് കുറച്ചായിട്ട് ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി യൂസ് ചെയ്യാവുന്നതാണ്. എങ്കിലും 4 എണ്ണം എടുത്തിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ 300 ml പാലാണ് എടുത്തിരിക്കുന്നത്. അതായത് 250 ml മെഷറിംഗ് കപ്പ് ഉണ്ടെങ്കിൽ 1.25 കപ്പ് അളവിൽ പാല്, 250 ml പിന്നെ 50 ml കൂടെ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സിയിൽ നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഇട്ടൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ എന്താ നമ്മളിത് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത്. 1.25 കപ്പ് പാലും 1.5 കപ്പ് മൈദയും. ഇനി നമുക്കൊരു സ്പൂൺ വെച്ച് നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് മിക്സിയിൽ കറക്കുമ്പം എല്ലായിടത്തോട്ടും തെറിച്ചൊട്ടി പിടിക്കുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ട് സഹായിക്കും. നല്ല വൃത്തിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് മിക്സറിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഇട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാവിൽ കട്ടകളൊന്നും കാണാതെ നല്ല സ്മൂത്തായിട്ട് വേണം നമ്മുടെ ബാറ്റർ ഇരിക്കാനായിട്ട്. അപ്പോൾ ആ സ്പൂൺ വെച്ചൊന്ന് കോരി നോക്കുമ്പോൾ സ്പൂണിൽ ചെറുതായിട്ടൊന്ന് ഒട്ടിയിരിക്കുന്ന ഒരു പരുവത്തിന് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് ലൂസായിട്ടുള്ള ബാറ്ററുമല്ല, ഒത്തിരി അങ്ങ് കട്ടിയായിട്ടുള്ള ബാറ്ററും അല്ല. ഇത്രയേ ഉള്ളൂ. എന്ത് എളുപ്പമാണെന്ന് നോക്കി. നമുക്കിനി ഇത് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെക്കണം. ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിത് 2 റെസിപ്പിക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ 2ആയിട്ടാണിത് ഫ്രിഡ്ജിൽ വെക്കുന്നത്. 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അരമണിക്കൂർ പുറത്ത് വെച്ചാലും മതിയാകും. ഇനി നിങ്ങൾക്ക് രാവിലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് രാത്രിയിൽ വേണമെങ്കിൽ ഇതിങ്ങനെ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഇത് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു മഫിൻ ടിൻ എടുക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ അവനിൽ വെക്കാൻ പറ്റുന്ന വലിയ പാനില്ലേ കാസ്റ്റ് ഉണ്ട്, അതിലേക്ക് ഒറ്റ പ്രാവശ്യമായിട്ട് ബാറ്റർ മൊത്തം ഒഴിച്ചു കൊടുത്തിട്ടും ആൾക്കാർ ചെയ്യാറുണ്ട്. ഞാനിപ്പം മഫിൻ ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ കുഴിയിലേക്കും ഓരോ ടീസ്പൂൺ വീതം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഹൈ സ്മോക്കിംഗ് പോയിൻ്റ് ഉള്ള ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഒലിവ് ഓയിലൊന്നും പറ്റില്ല, ബട്ടർ യൂസ് ചെയ്യത്തില്ല. പക്ഷെ നമുക്ക് നെയ്യ് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആനിമൽ ഫാറ്റ് ഇല്ലേ, ഡക്ക് ഫാറ്റൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. അവൻ്റെ ഏറ്റവും ഹയസ്റ്റ് റാക്കിൽ ഏറ്റവും കൂടിയ ടെമ്പറേച്ചറിൽ 250 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിട്ടുള്ള ടെമ്പറേച്ചറിൽ ചൂടാക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഞാനിവിടെ 250 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റാണൊന്ന് ചൂടാക്കി എടുത്തിരിക്കുന്നത്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ മാവ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. താഴേക്ക് തങ്ങിപ്പോയ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ ബേക്കിംഗ് ടിൻ പുറത്തെടുക്കുമ്പം അത് വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക. എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ ബേക്കിംഗ് ടിൻ പുറത്തെടുക്കാനായിട്ട്. കാരണം നല്ല ചൂട് എണ്ണയിലേക്ക് വേണം നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. പുറത്തെടുത്തതിന് ശേഷം ഒരുപാട് നേരം നമ്മൾ പുറത്ത് വെക്കാൻ പാടില്ല. പെട്ടെന്ന് പുറത്തെടുത്ത് പെട്ടെന്ന് അതിനകത്തിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് തിരിച്ച് വെക്കണം. അപ്പം നല്ല ചൂട് എണ്ണയിലേക്ക് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. 1/2 മുതൽ 1/4 അളവിന് വേണം നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിന്ന് വളരെ കുറച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത്, 2 റെസിപ്പിക്ക് വേണ്ടിയിട്ട് തിരിച്ച് വെച്ചതുകൊണ്ട്. നിങ്ങൾക്ക് നല്ല വലിപ്പത്തിലുള്ള നല്ല കനത്തെ നല്ല ഹൈറ്റിലുള്ള യോർക്ക്ഷയർ പുഡിംഗ് ആണ് ഇഷ്ടമെങ്കിൽ ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരിക്കലും നിറച്ചൊഴിക്കല്, കാരണം ഇത് നല്ലപോലെ പൊങ്ങി വരും. നല്ല ഭംഗിയാണ് ഇത് ബേക്കായി വരുമ്പോൾ കാണാനായിട്ട്. അവനിലേക്ക് വെച്ച് കൊടുത്താൽ ഉടനെ തന്നെ 230 ഡിഗ്രി സെൽഷ്യസിലേക്ക് കുറച്ച് കൊടുക്കുക. 230 ഡിഗ്രി സെൽഷ്യസിൽ 15 മുതൽ 20 മിനിറ്റ് വരെയാണ് നമ്മളിതൊന്ന് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഏറ്റവും മുകളിലത്തെ റാക്കിൽ വെച്ച് വേണം നമ്മൾ യോർക്ക്ഷയർ പുഡിംഗ് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ടോപ്പും ബോട്ടവും ഹീറ്റിംഗ് മോഡിലാണ് വെച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതങ്ങ് പൊങ്ങി വരുമ്പോൾ മുകളിൽ ഇടിക്കുന്ന പരുവത്തിന് വെച്ച് കൊടുക്കരുത്. ഞാനിപ്പോൾ മുകളിൽ നിന്ന് 2ാമത്തെ റാക്കിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. കാരണം നല്ലപോലെ അങ്ങ് പൊങ്ങി വരും. ഞാൻ ഇത്രയും കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് പോലും ഇത്രയും പൊങ്ങി വന്നിട്ടുണ്ട്. പുറമൊക്കെ കുറച്ച് ക്രിസ്പി ആയിട്ടും അതൊക്കെ നല്ല ബ്രെഡ് പോലെ സോഫ്റ്റ് ആയിട്ടുമാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഈ നല്ലപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തെടുക്കുമ്പോൾ ഇതങ്ങ് സോഫ്റ്റായി പോകുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇത് തണുക്കുമ്പോൾ നല്ല പഞ്ഞ് പോലെയാകും. ഞാനിപ്പോൾ ഇത് ചൂടോടെയാണ് കാണിക്കുന്നത്. ബീഫിൻ്റെ കൂടെയാണ് കൂടുതലായിട്ട് ഇത് സെർവ് ചെയ്യുന്നത്. ബീഫിൻ്റെ ഗ്രേവിയോ ബീഫ് റോസ്റ്റോ ചിക്കൻ കറിയോ മുട്ടക്കറിയോ കടലക്കറിയോ ഒക്കെ അടിപൊളിയാണ് ഇതിൻ്റെ കൂടെ. ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ സൂപ്പറാണ്. സ്നാക്കായിട്ട് നമുക്ക് തേൻ്റെ കൂടെയോ അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പിൻ്റെ കൂടെയോ ജാമിൻ്റെ കൂടെയോ ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ബ്രെഡ്
അതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിൽ ഈസ്റ്റും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും യൂസ് ചെയ്യുന്നില്ല, പഞ്ചസാര പോലും ചേർക്കുന്നില്ല. പഞ്ചസാര ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ബാക്കി വന്ന നമ്മുടെ മാവ് കൊണ്ട് അവനിലല്ലാതെ അടുപ്പിൽ ചെയ്യാവുന്ന റെസിപ്പി നമ്മൾ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കില്ല. അത്രയും എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോ അല്ലെ വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.